ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ, അതും കൂർക്കയിട്ട് വെച്ചിട്ട്. ദി ഹങ്കർ ട്രാവലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു 20 വറ്റൽമുളക് വെളിച്ചെണ്ണയിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറണം, അതാണ് ഇതിൻ്റെ പാകം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളറ് മാറി ഡാർക്ക് റെഡ് കളർ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നമ്മളിതുപോലെ ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുകയാണ്. മല്ലി വല്ലാണ്ട് കരിയാണ്ട് നോക്കണം. അതും ഇതുപോലെ ഈ ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഇതിലേക്ക് 2 വലിയ സബോള നീളത്തിൽ അരിഞ്ഞത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ ചതച്ചെടുത്തത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായി വാടി വരുമ്പോൾ, വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട ഇവിടെ, അതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഇതേപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഒരുപാട് ഇങ്ങനെ കളറ് മാറി ഭയങ്കരമായിട്ട് വഴറ്റേണ്ട കാര്യമില്ല. തക്കാളി ഒന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള വറ്റൽമുളകും മല്ലിയും കൂടെ അരച്ചതാണിത്. ആദ്യം വെള്ളം ചേർക്കാതെ അതൊന്ന് പൊടിക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഇതുപോലെ വളരെ നൈസായിട്ട് അരച്ചെടുക്കുക. അത് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയിൽ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിനി വഴറ്റേണ്ട കാര്യമില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ മുളകും മല്ലിയൊക്കെ നമ്മൾ വറുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ചിട്ടുണ്ട് ചിക്കനിൽ. 1 കിലോ ചിക്കനാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി നമുക്ക് മൂടി വെച്ച് ഒരു 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കൂർക്ക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 3/4 കിലോ കൂർക്ക നമ്മൾ കുക്കറിലിട്ടിട്ട് 1 വിസിൽ അടിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കൂർക്കയുടെ വേവ് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് വേവണ കൂർക്കയാണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം വേവുണ്ട്, ഒരടി അടിച്ചിട്ടും ഇത് ഉടഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇനി ഒരു 10 മിനിറ്റും കൂടെ നമുക്ക് വേവിക്കാൻ വയ്ക്കാം. 10 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനും കൂർക്കയും നല്ലോണം വെന്തിട്ടുണ്ട്. കൂർക്ക കണ്ടോ, ഇതുവരെ ഉടഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കൂർക്കയുടെ വേവ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ.